ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ ലഭിച്ച സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പാടിയതുപോലെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി നിന്ദയും അപമാനവും പഴികളും ഒക്കെ സഹിച്ച് കർത്താവിൻ്റെ സാക്ഷ്യത്തിൽ വിജയകരമായി നിലനിൽക്കത്തക്കവണ്ണം നാം എല്ലാവരും ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ അരുളി ചെയ്ത ഒടുവിലത്തെ ഭാഗ്യവർണ്ണനയാണല്ലോ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നാം ധ്യാനിച്ച് വരുന്നത്. എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഈ നാമത്തിനു വേണ്ടിയുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഭാഗ്യമായി കണക്കാക്കി സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നാം പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് നിർത്തിയതായ ഭാഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നീതി നിമിത്തം കർത്താവിൻ്റെ നാമത്തിൽ നാം പഴിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഭാഗ്യമാണ്. എങ്കിലും ഒടുവിൽ നമ്മൾ ഓർത്ത ഒരു കാര്യം, നാം മറ്റുള്ളവരെ പഴിക്കുന്നതും ഉപദ്രവിക്കുന്നതും മറ്റുള്ളവരെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയാനും ഇടയായിട്ട് തീരുന്നത് അത് വളരെ ഗുരുതരമായിട്ടുള്ളതായ പാപമാണ്. അതിനുള്ളതായ ശിക്ഷയും വളരെ ഗൗരവതരമാണ് എന്നുള്ളതായ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഞാൻ പറഞ്ഞ് നിർത്തിയിരുന്നു. അത് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല. കാരണം നമ്മൾ 10ാമത്തെ വാക്യം ചിന്തിച്ചപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം പഴയ നിയമത്തിലൊരു ഭക്തൻ്റെ ജീവിതത്തിൽ നിന്നും ഓർത്തതാണ്. ഏത് ഭക്തൻ്റെ ജീവിതത്തിൽ നിന്നാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ദാനിയേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ തനിക്കെതിരെ വളരെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയും എല്ലാ തിന്മയും കളവായി പറഞ്ഞ് തന്നെ കുടുക്കുവാനായിട്ട് ശ്രമിച്ചതായ ആളുകൾക്ക് വന്ന ദുര്യോഗം തലമുറകൾക്കുള്ള വലിയൊരു സന്ദേശമായിട്ടാണ് ഇരിക്കുന്നത്. ഈ എല്ലാ തിന്മയും കളവായി പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ലാഘവമായി ചെയ്തു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗൗരവം നമ്മൾ ചിലപ്പോൾ വേണ്ടതുപോലെ കണക്കാക്കിയില്ല എന്ന് വരാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ ഗൗരവതരമായിട്ട് ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുവാനും വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുവാനും ആവശ്യമുണ്ട് എന്നുള്ളതായ സത്യമാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അടുത്ത തലത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരാനിടയായിട്ട് തീർന്നു. ഈ ഉന്നതമായ ഉൾക്കാഴ്ചയിലേക്ക് ഒരു ദൈവ പൈതലിനെ നയിക്കുന്നത് നമ്മിൽ വസിക്കുന്ന മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവാണ് എന്നുള്ളത് നാം ചിന്തിക്കുകയായിരുന്നു. ഏതുന്നതമായ ഉൾക്കാഴ്ചയിലേക്ക്? നമ്മളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാ തിന്മയും കളവായി
പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൽ ഒരു വിശ്വാസിക്ക് അത് ഭാഗ്യമായി കണക്കാക്കി സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലം വലുതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ ആഘോഷമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതിൽ ദൈവാത്മാവിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വാക്യം ഒന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ട് വരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ മാളികമുറിയിലെ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായ വളരെ പ്രധാനപ്പെട്ടൊരു സത്യം അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ നമ്മളൊന്ന് വായിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. വായിക്കാം. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്നതായ കാര്യം നമ്മൾ വായിക്കുന്നത്, അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അതൊരു വലിയ സത്യമാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തതുപോലെ ഈ മാളികമുറിയിലെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് വരാൻ പോകുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്രയോ കാര്യങ്ങളാണ് വിശദമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു മനോഹരമായ പഠനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വ്യക്തിപരമായി അങ്ങനെയൊരു പഠനം നടത്തുന്നത് നന്നായിരിക്കും. കാരണം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഉപദേശത്തിൽ എത്രയോ വൈകല്യങ്ങളാണ്, വ്യതിചലനങ്ങളാണ് നമുക്ക് ഈ നാളുകളിൽ കാണാനും കേൾക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപദേശത്തിൽ തെറ്റിയ ആളുകളെ കൊണ്ട് സുവിശേഷ വിഹിത കൂട്ടങ്ങൾ ഈ കാലത്ത് വളരെ അപമാനിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് വളരെ പഠിക്കേണ്ട ഒരു കാലത്ത് ആയിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെക്കുറിച്ച് കർത്താവ് അറിയിക്കുമ്പോൾ ആ കാര്യസ്ഥൻ ചെയ്യുന്ന കാര്യങ്ങൾ എത്രയോ അനുഗ്രഹീതമായിട്ടുള്ളതായ കാര്യങ്ങളാണ്. നമുക്ക് എത്ര സഹായകമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എത്രയധികം ആശ്വാസം നൽകുന്നതായ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളായി കാണുന്നത് പലതും ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന് ഏറെ മുഖാന്തരമായിട്ട് തീരുകയാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പറയുന്നില്ല. നമ്മുടെ ചിന്താവിഷയത്തോട് ചേർത്ത് ഒരു കാര്യം ഇവിടെ ഞാൻ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച 14-ാമത്തെ വാക്യത്തിൻ്റെ ഒരർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി ഇംഗ്ലീഷിലെ ഒരു വേർഷനിൽ നിന്ന് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നാഗ്രഹിക്കുന്നു. ന്യൂ സെഞ്ച്വറി വെർഷനിൽ ആ വാക്യം വായിക്കുന്നത്, The Spirit of truth will bring glory to me because He will take what I have to say and tell into you. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം എന്താ ഈ അറിയിച്ചു തരും എന്ന് പറഞ്ഞിരിക്കുന്നത്, അറിയിച്ചു തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയേണ്ടുന്ന കാര്യങ്ങൾ ഈ കാര്യസ്ഥൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പം എന്താ അറിയിച്ചു തരുന്നത്? ദൈവത്തിൻ്റെ വചനം അറിയിച്ചു തരും എന്നുള്ളതായ വലിയ സത്യമാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി 12-ാമത്തെ വാക്യത്തിലുള്ള ഒരു പ്രയോഗം ഞാൻ ഒന്നെടുത്ത് പറയുകയാണ്. നമ്മുടെ ചിന്താവിഷയത്തിൽ 12-ാമത്തെ വാക്യം, മത്തായി 5-ന്റെ 12-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം എന്താണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം
വലുതാകൊണ്ട്. അപ്പോൾ ഈ വചനം ഒരാൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടിരിക്കണം എന്ന് വരികിൽ ഈ വാചകം അതുപോലെ വിശ്വസിക്കണം. ഏത് വാചകം? ഈ പടിയും ഉപദ്രവവും ഒക്കെ ഏൽക്കുമ്പോൾ ഞാൻ വിഷമിക്കണ്ട, ഞാൻ സ്വർഗത്തിൽ ഭാഗ്യവാനായിരിക്കും, മാത്രമല്ല സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലവും വലുതായിരിക്കും എന്നുള്ളതായ കാര്യം കർത്താവ് പറഞ്ഞ ഈ വാക്യത്തിലൂടെ നമുക്ക് അതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ധാരാളം മതി. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്തു. ആദ്യം പറഞ്ഞൊരു കാര്യം 14:26 ഉണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ, അടുത്ത വാക്കൊന്ന് പറയാമോ, അത് ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ശുശ്രൂഷ കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓർമ്മപ്പെടുത്തും. എല്ലാ വാക്കുകളും ഓർമ്മപ്പെടുത്താം. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ വാക്കൊന്ന് അടിവരയിടുകയാണ്. ഈ നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന മത്തായി 5:12 പറഞ്ഞിരിക്കുന്നതായ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് എന്നുള്ളതായ ഈ വചനം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും. ഈ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നമ്മൾ ചിലതൊക്കെ മറന്നു പോകാനുള്ളതായ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരാൾ കർത്താവിൻ്റെ നാമത്തിൽ പഴിക്കുകയാണ്, ദേഹോപദ്രവം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ വചനം മറന്നുപോയി എന്ന് വരാം. പക്ഷേ കർത്താവിയുടെ വാഗ്ദത്തം പറയുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഒരു വിശ്വാസി ഈ വചനം ഓർക്കുമ്പോൾ ആ ഓർമ്മ ഈ പ്രതികൂലങ്ങളോടുള്ള സമീപനവും ഏറ്റവും ശരിയായി സൂക്ഷിക്കത്തക്കവണ്ണം സഹായിക്കും. അപ്പം ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിൽ ഇത് വിശദീകരിക്കുന്നത് കൊണ്ട് ഈ ബൈബിൾ ക്ലാസ്സിൽ ഇത് വിശദീകരിക്കത്തക്കവണ്ണവും നമ്മെ സഹായിച്ച് നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണല്ലോ. സഭയോട് ഇന്ന് സംസാരിക്കുന്നത് ദൈവാത്മാവാണല്ലോ. വെളിപ്പാട് 2-3 അധ്യായങ്ങളിൽ 7 വട്ടം ആവർത്തിക്കുന്നൊരു വാചകം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഈ 2-3 ക്ലാസ്സുകളിലായിട്ട് ഞാനിതിങ്ങനെ വിശദീകരിക്കാൻ ദൈവാത്മാവ് ഒരു പ്രകാശനം തന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വിശദീകരണത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വലിയ സത്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ കൂടുതൽ കേൾക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ ഈ കാര്യം ഓർമ്മയിൽ വന്ന് നമുക്കിതിനെ ഭാഗ്യമായിട്ട് കണ്ട് സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലത്തെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. പിന്നെ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞ നമ്മൾ വായിച്ച വാക്യത്തിലെ വിഷയം 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കർത്താവ് പറഞ്ഞത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി പരിശുദ്ധാത്മാവ് പറയും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ സത്യം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ അപ്പോസ്തലന്മാരിലൂടെ അത് വളരെ മനോഹരമായി രേഖപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഏത് അപ്പോസ്തലൻ രേഖപ്പെടുന്ന ഭാഗമാണ് ചിന്തിച്ചു വന്നത്?
അയ്യോ, അത് നിങ്ങൾ പറയണമല്ലോ. പത്രോസ് അപ്പോസ്തലൻ ഈ ബന്ധത്തിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നത്. അതാ ഞാനിപ്പോൾ വിശദീകരിച്ചു കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങളോട് ചേർത്തുള്ള കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതിൽ ഞാൻ ഒരു ഉദാഹരണത്തിന് വേറൊരു വാക്യം കൂടി, നമുക്കെല്ലാം മനപ്പാടം അറിയാവുന്നൊരു വാക്യം ചേർത്ത് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്നതായ ആ പ്രതിഫലത്തിൻ്റെ വലിയ വെളിപ്പെടുത്തൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനപ്പാടം അറിയാവുന്ന വാക്യമാണ്, എങ്കിലും നമുക്കൊന്ന് വായിച്ച് പോകാമെന്ന് ഞാൻ കരുതുകയാണ്. വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദൈവം തന്നെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ വിഷയവും ആ പ്രയോഗവുമായിട്ട് എന്നാ ബന്ധം? ഒരാൾ കർത്താവിൻ്റെ നാമത്തിലുള്ളതായ പഴിയും ഉപദ്രവവും അപവാദ പ്രചരണവും ഒക്കെ എന്തുകൊണ്ടാണ് ഭാഗ്യമായി കണ്ട് അതിനെ ഉൾക്കൊള്ളാനിടയായിട്ട് തീരുന്നത്? ആരോടുള്ള സ്നേഹം കൊണ്ടാണ്. കർത്താവിൻ്റെ നാമത്തോടുള്ള സ്നേഹം കൊണ്ട് ഇതെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നതിനോട് ബന്ധപ്പെട്ട് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചിന്താവിഷയത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരാൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത് ഈ നാമത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ ആദ്യ വാചകത്തിൽ വാക്യത്തിൽ പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നിട്ട് അടുത്ത വാചകത്തിൽ പറയുക, നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഈ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യം നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ളതായ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് തരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ആ പ്രകാശനം ഒരു ദൈവവേദന ലഭിക്കുമ്പോൾ ഈ പഴിയും ഉപദ്രവവും അപവാദ പ്രചരണങ്ങളും ഒക്കെ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കത്തക്കവണ്ണം നാം ഒരുങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ച കർത്താവ് ഇത് പറയുമ്പോൾ പറയുകയാണല്ലോ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. അതുകൊണ്ട് ആ പ്രതിഫലത്തെ കാണാനുള്ള ആ വലിയ ഉൾക്കാഴ്ചയാണ് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാളികമുറിയിലെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ അതിൽ തന്നെ എത്രയോ മനോഹരമായ സത്യമാണ്. ഈ പ്രതിഫലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഈ പ്രതിഫലം നോക്കിയതുകൊണ്ട് വലിയ പദവി ഉപേക്ഷിച്ച ഒരു വീരൻ്റെ കാര്യം എപ്പോഴും എൻ്റെ മനസ്സിൽ വരും. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാളുകളിലുമൊക്കെ ബൈബിൾ പരീക്ഷയുടെ പഠനത്തിനുമൊക്കെ ധാരാളം ചിന്തിച്ചു. ആരാണത്? മോശ. എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കേണ്ട ആവശ്യമില്ല. 25-ാമത്തെ വാക്യത്തിൽ പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. കഴിഞ്ഞ ദിവസം ഒരു സന്ദേശത്തിൽ ഒരാളൊരു
ഒരു വിശദീകരണം പറഞ്ഞത് ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഓർമ്മയിൽ വരികയാണ്. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ വളരെ വലിയ നിക്ഷേപങ്ങളായിരുന്നു. പ്രസിദ്ധമായിട്ടുള്ള പിരമിഡുകളിൽ അടക്കപ്പെട്ട ശവശരീരത്തിൽ അണിയിച്ചിരുന്ന സ്വർണം മുതലായ വസ്തുക്കൾ പോലും ഏറെ വിലപ്പെട്ടതായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത് അത്രത്തോളമുള്ള നിക്ഷേപങ്ങൾ ആ ശവകുടീരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് നടന്ന പഠനങ്ങളും അന്വേഷണങ്ങളും തെളിയിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷെ മോശയ്ക്ക് ഇതെല്ലാം അറിയാം. പക്ഷേ മിസ്രൈമിലെ നിക്ഷേപങ്ങളെല്ലാം അദ്ദേഹം വേണ്ടെന്ന് വെച്ചത് ഒരൊറ്റ കാഴ്ച കൊണ്ടാണ്. ഏത് കാഴ്ചയാണ്? പ്രതിഫലം നോക്കിയതുകൊണ്ട്. ലോകത്തിലുള്ള പ്രതിഫലമല്ല, നമുക്കെപ്പോഴും അതേ മനസ്സിൽ വരികയുള്ളൂ. പക്ഷേ ലോകത്തിലുള്ള പ്രതിഫലമല്ല, കർത്താവ് തരാൻ പോകുന്ന പ്രതിഫലത്തെ മോശ മുമ്പിൽ കണ്ടപ്പോൾ അടുത്ത ഫറവോനായി തീരാനുള്ളതായ സാധ്യതയും മിസ്രൈമിലെ നിക്ഷേപങ്ങളുടെ അവകാശിയായിരിക്കുന്നു എന്നുള്ളതായ സാധ്യതയും എല്ലാം ഉപേക്ഷിച്ച് ആ പ്രതിഫലത്തെ നോക്കി ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തി എന്നുള്ളത് എബ്രായ ലേഖനകാരൻ എത്ര മനോഹരമായിട്ടാണ് അവിടെ വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് ആ മനുഷ്യൻ ഏറ്റെടുത്ത് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തപ്പോൾ ആ ജീവിതം മുഴുവനും കഷ്ടപ്പാടുകളായിരുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതായ ഈ വിലയേറിയ സത്യങ്ങളുടെ പ്രകാശനം ദൈവാത്മാവിനാൽ ഒരു ദൈവ പൈതലിന് ലഭിക്കുമ്പോൾ ഏത് പഴിയും ഏത് ഉപദ്രവവും ഏത് അപവാദവും അത് എല്ലാം സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീരും. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്ന വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ നാമം നിമിത്തം നമുക്ക് സഹിക്കാനുള്ളതായ വലിയ ആവശ്യകതയാണ് ദൈവാത്മാവ് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിലെ വാക്യത്തിലെ 15-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വഴിമാറിപ്പോകാനുള്ള സഹന വഴികളുടെ ചില ഉദാഹരണങ്ങൾ അവിടെ എടുത്തു പറയുന്നതായി നാം കാണുന്നുണ്ട്. നമ്മുടെ ഈ സഹനത്തിൻ്റെ വഴിയിൽ ചില കാര്യങ്ങളൊക്കെ വഴിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഇനി 15-ാം വാക്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച്. 15-ാമത്തെ വാക്യം. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നവരെ ലജ്ജിക്കരുത്. അപ്പോൾ അവിടെ ഈ സഹനം വേറൊരു വഴിയിൽ വരാം. അപ്പം അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ അത് പ്രത്യേകിച്ചെടുത്ത് പറയുകയാണ്. 4 പാപങ്ങൾ അവിടെ എടുത്ത് പറയുകയാണ്. 4 പാപങ്ങളോട് ചേർത്ത് വേറെ പാപങ്ങൾ നമുക്ക് ചിന്തിക്കാം. എടുത്തു പറയുന്ന 4 പാപങ്ങൾ: കൊലപാതകൻ, കള്ളൻ, ദുഷ്പ്രവൃത്തിക്കാരൻ, പരകാര്യത്തിൽ ഇടപെടുന്നവൻ. ഇതുകൊണ്ടൊക്കെ ഉള്ളതായ സഹനങ്ങൾ വേണ്ടി വരാകുന്നതാണ്. ഇതൊക്കെ ഈ വാക്കുകൾ സൂക്ഷിച്ചിരുന്നാൽ നല്ലതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി ഇടപെട്ട്, സദൃശവാക്യത്തിൽ വായിക്കുന്ന പോലെ വഴിയെ പോകുന്ന നായുടെ ഒരു പ്രയോഗമുണ്ടല്ലോ, ആ ചെവിക്ക് പിടിക്കാൻ നമ്മളാരും പോകേണ്ടതായ ആവശ്യമില്ല. ഞാൻ ഈ വാക്ക് വായിക്കുമ്പോഴൊക്കെ ഒരു സംഭവം ഓർമ്മയിൽ വരും. സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ഓട്ടോറിക്ഷക്കാരനോട് നീതിരഹിതമായിട്ട് ഇടപെടുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ
ഒരു വഴിയാത്രക്കാരൻ ഇടപെടാനിടയായിട്ട് തീർന്നു. വഴിയാത്രക്കാരൻ നമ്മുടെ ഒരു സഹോദരനുമായിരുന്നു. ഇത്ര മോശമായിട്ടാണ് ഇദ്ദേഹത്തിന് ഇടപെടുന്നത് എന്നുള്ളത് കൊണ്ട് അതിലിടപെടാനിടയായിട്ട് തീർന്നു. പക്ഷേ ഈ ഓട്ടോറിക്ഷ യാത്ര ചെയ്തിരുന്ന ആൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ വെറുതെ പോയി ആ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് പിന്നീട് വല്ലാത്ത കേസ് പ്രശ്നങ്ങളിലുമൊക്കെ അകപ്പെടാനും അദ്ദേഹം അനേക നാളുകൾ ഒളിവിൽ താമസിക്കാൻ പോലും ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ആ സംഭവം ഓർക്കും. നമ്മളെ അങ്ങനെയുള്ള നീതി കാര്യങ്ങളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ ഏൽപ്പിക്കാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടുന്നത്, അതിനാൽ വരുന്ന കഷ്ടങ്ങൾക്ക് കർത്താവ് ഉത്തരവാദി ആയിരിക്കുമില്ല. അപ്പോൾ അത് ഈ 4 കാര്യങ്ങൾ അതും പെട്ടതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. നമുക്ക് അങ്ങനെയുള്ളൊരു പ്രകൃതം സ്വാഭാവികമായിട്ട് ഉണ്ടായി പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പത്രോസ് പറയുക, പരകാര്യത്തിൽ ഇടപെട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് കർത്താവിൻ്റെ നാമത്തിലുള്ള സഹനമാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ എൻ്റെ ബാല്യകാലത്തിൽ എം.ഇ. ചെറിയാൻ സാറ് കുന്നുകുരുടിയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ പറഞ്ഞ ഒരനുഭവം ഓർക്കും. ചിലരൊക്കെ നിങ്ങളും അത് കേട്ട ആളുകൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. സാറ് സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്ത് സ്കൂളിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ സാറിന് പരിചയമുള്ള ഒരാളെ ഒരു കവിങ്ങിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സാറിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനാകെ വിഷമമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിനെ ചെറുപ്പത്തിൽ പൊടിയാന്നാണ് നാട്ടിലാളുകൾ വിളിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയും. പൊടിയ, നമ്മുടെ കർത്താവ് എന്തെല്ലാം കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകാനിടയായിട്ട് തീർന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ കഷ്ടം അതിലൊന്നും വലിയ കാര്യമല്ലല്ലോ എന്ന് പറയാനിടയായി തീർന്നു. പക്ഷെ ഇദ്ദേഹത്തെ പിടിച്ചു കിട്ടിയ എന്തിനാണെന്നറിയാമോ? അടയ്ക്ക മോഷ്ടിച്ചതുകൊണ്ട് ഉടമസ്ഥർ പിടിച്ച് കവുങ്ങിൽ കെട്ടിയിട്ടതാണ്. അപ്പോൾ അവിടെ ഇത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കർത്താവ് എന്തെല്ലാം കഷ്ടങ്ങളാണ് സഹിച്ചത്, അതുകൊണ്ട് ഞാനത് സഹിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ലിസ്റ്റിൽ രണ്ടാമത് പറയുന്ന കള്ളനായതുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടാൽ അത് ഈ വകുപ്പിൽ എഴുതാനായിട്ട് അനുവാദമില്ല. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ എന്ത് ഭംഗിയായിട്ടാണ് ഇങ്ങനെയുള്ള വഴികേടുകളിൽ ഇത് കർത്താവിൻ്റെ നാമത്തിലുള്ള സഹനമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഈ വാക്കുകൾ പറയുന്നത്. നമ്മുടെ കുറ്റം കൊണ്ട് നാം പഴിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, അതിൻ്റെ വൈഷമ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഈ നാമത്തെ അവിടെ ചേർത്ത് ചിന്തിച്ച് ആശ്വസിക്കുവാൻ നമുക്ക് അനുവാദമില്ല. നമ്മൾ അതിലൊക്കെ വളരെ സൂക്ഷ്മതയോടു കൂടി മുൻപോട്ട് പോകാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് ഈ 4 പാപങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നതെങ്കിലും അതോട് ചേർന്ന് നാം പഴിക്കപ്പെടാനോ ഉപദ്രവിക്കപ്പെടാനോ ഉള്ളതായ സാധ്യതയിലേക്ക് നീങ്ങുന്ന പാപങ്ങൾ നമ്മുടെ ഭാഗത്ത് വരുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തിക്കൊള്ളണം. ഈ നാമത്തെ വഹിച്ചിരിക്കുന്ന നമ്മൾ അങ്ങനെ വഴിമാറിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിനത് ഏറെ അപമാനം വരുത്തുവാൻ കാരണമായിട്ട് തീരും. ഒരു മുന്നറിയിപ്പ് പത്രോസ് അപ്പോസ്തലൻ നൽകുന്നത് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കഷ്ടം സഹിക്കുന്നെങ്കിൽ, പഴി കേൾക്കുന്നെങ്കിൽ, അപമാനം ഏൽക്കുന്നു എന്ന് വരികിൽ, പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയായിട്ട് നമുക്കത് ഏറ്റെടുക്കാം. ക്രിസ്തുവിൻ്റെ നാമം നാം വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഞാൻ ലളിതമായൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളൊരു കൊലപാതകത്തിലകപ്പെട്ടു എന്നിരിക്കട്ടെ, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണെങ്കിൽ നമ്മളാരെങ്കിലും അഭിമാനത്തോടെ പറയുമോ, ഈ കൊലപാതകത്തിൽ ജയിലിൽ കിടക്കുന്നയാളെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ് കേട്ടോ? നമ്മൾ സാധാരണ ആരും അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് നമുക്കൊരു അപമാന വിഷയമായിരിക്കും. നിവൃത്തിയുണ്ടെങ്കിൽ ആ ആളോടൊരു ബന്ധമില്ല എന്ന്
നമുക്ക് വിചാരിക്കാനായിരിക്കും ഇഷ്ടം. ആരെങ്കിലും ആ ബന്ധമുണ്ടെന്ന് അറിയുന്നത് തന്നെ നമുക്കൊരു അപമാനമായി തീരുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ചിന്തിച്ചപ്പോഴൊക്കെ ഓർത്തു, നമ്മുടെ കർത്താവിൻ്റെ നാമനിമിത്തം അപമാനിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, ദീർഘവർഷങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്ന ഭക്തന്മാരെ നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. നമ്മൾ അവരെക്കുറിച്ചൊന്ന് ഓർക്കുന്നത് പോലും എന്തൊരാദരവോടുകൂടിയാണ്. പൗലോസിൻ്റെ കാരാഗ്രഹവാസമൊക്കെ നമ്മൾ പലപ്പോഴും ഓർക്കും. ആ കാരാഗ്രഹവാസം ഓർക്കുമ്പോൾ തന്നെ ആ ദൈവദാസനോടുള്ള നിറഞ്ഞ ബഹുമാനത്തിലാണ് നാം അത് ഓർക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക എന്നുള്ളതായ ആ വലിയ ഉൾക്കാഴ്ച ഇവിടെ ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അപ്പോസ്തലനായ പത്രോസ് ഈ പ്രബോധനം എഴുതുമ്പോൾ തൻ്റെയൊക്കെ ജീവിതത്തിൽ ആ വഴിയിലൂടെയാണ് താൻ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരുന്നത്. ഇവിടെ നമുക്ക് ഓർക്കാവുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. സാമ്പിളിന് 2 വാക്യങ്ങളൊന്ന് വായിക്കുക മാത്രം ചെയ്യാം എന്ന് കരുതുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ കഷ്ടതകളോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് അനേക വാക്യങ്ങളുണ്ട്. അതിൽ സാമ്പിളിന് 2 വാക്യങ്ങൾ വായിക്കുന്നു എന്നേ ഉള്ളൂ. വായിക്കാം 40-41 വാക്യങ്ങൾ. അവർ അവരെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാണ്. അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ നിന്ന് പുറപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, അവിടെ ആ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, ചില ദിവസങ്ങൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ ഈ ദൈവപുത്രൻ്റെ നാമത്തിൽ അവരടിപ്പിക്കപ്പെട്ടപ്പോൾ, പരിഹസിക്കപ്പെട്ടപ്പോൾ, അവർ ആ നാമത്തിനു വേണ്ടി അനുഭവിക്കുന്ന ആ കഷ്ടങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ ഇന്ന് ഈ വാക്യം വായിക്കുമ്പോൾ ആ തിരുനാമത്തിന് വേണ്ടി എന്ന പ്രയോഗം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. നമ്മുടെ ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ നമ്മളൊരു വാക്ക് ഓർത്താർന്നല്ലോ, മത്തായി 5-ന്റെ 2-ാമത്തെ വാക്യം ഓർക്കുന്നുണ്ടോ നിങ്ങളാരെങ്കിലും? നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞതാണ് ഈ പ്രസംഗം. അന്ന് നമ്മൾ ആ വാക്കിനെ അധികരിക്കുന്ന ചില വാക്കുകൾ ഒക്കെ ഓർക്കാനിടയായിട്ട് തീർന്നതാണ്. ഇവിടെ ദൈവാത്മാവ് ഉപയോഗിക്കുന്നൊരു വാക്ക്, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അപമാനം സഹിക്കുന്നത് അഭിമാനമായിട്ട് കണ്ട് അത് ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് എന്നുള്ളതായ ആ ഉൾക്കാഴ്ചയോട് കൂടി ഓരോ ദിവസവും ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവവചനത്തിലുള്ള ഈ ഉൾക്കാഴ്ച നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഈ നാമത്തിൻ്റെ മഹത്വം സൂക്ഷിച്ചുകൊണ്ട് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. നാം നേരത്തെ ഓർത്തതുപോലെ ഈ ഗിരിപ്രഭാഷണത്തിൽ ഒരു ദൈവവചനം അനുഭവിക്കാൻ കഴിയുന്ന ആശ്വാസവും ആ ദൈവവചനത്തിനെ പ്രതിസന്ധികളുടെ കാറ്റിൽ ഉലഞ്ഞു പോകാതെ വണ്ണം ഉറപ്പിച്ചു നിർത്തുന്നതും നമ്മുടെ കർത്താവ് പറഞ്ഞതായ ഈ മനോഹരമായ ഭാഗ്യവർണ്ണനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന ബുദ്ധിമാന്മാരായിട്ട് നമ്മുടെ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി 12-ാം വാക്യത്തിൽ ഒരു വാചകം കൂടി ഞാനൊന്ന് ചുരുക്കമായി വിശദീകരിച്ച് ഈ ഭാഗ്യവർണ്ണന ഇന്ന് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 12-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ ചരിത്രത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പ്രയോഗം നമുക്കറിയാം. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിലുള്ളതായ പഴി, ഉപദ്രവം, അപവാദം ഇതൊക്കെ നമ്മൾ ഭാഗ്യമായി കണക്കാക്കണം എന്നുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് വ്യക്തമാക്കുമ്പോൾ ഈ കാര്യം ഉറപ്പിക്കേണ്ടതിനു വേണ്ടി സാക്ഷികളുടെ ഒരു വലിയ കൂട്ടത്തെ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാചകത്തിൽ ആരെല്ലാം ഉൾപ്പെടും? നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ചെയ്തല്ലോ. നമ്മുടെ കർത്താവ് തന്നെ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ഈ കാര്യത്തിൽ 2 വ്യക്തികളുടെ പേര് പറഞ്ഞ് ഒരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ കാണും അത്. എങ്കിലും ആ 35-ാമത്തെ വാക്യം നമുക്കിവിടെ ഒന്ന് വായിച്ച് പോകാം. മത്തായി 23-ന്റെ 35-ാമത്തെ വാക്യം. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിലും യാഗപീഠത്തിലും നടുവിൽ വച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സഖര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുടെ രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകും. അപ്പോൾ അവിടെ കർത്താവ് നിന്ന് ഈ ഇവരോട് സംസാരിക്കുമ്പോൾ 2 ഭക്തന്മാരുടെ കാര്യം പേര് പറയുകയാണ്. അത് നമുക്ക് വളരെ ക്ലിയറായിട്ട് അവിടെ അറിയാം. നീതിമാനായ ഹാബേൽ. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നതായി പ്രതിപാദനത്തിൽ ഹാബേൽ ഉപദ്രവിക്കപ്പെട്ടത്, ഉപദ്രവത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ കാര്യമാണല്ലോ കൊല്ലപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ഹാബേൽ ഉപദ്രവിക്കപ്പെട്ടത് തൻ്റെ ഭാഗത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടല്ല. എന്നാൽ ഒരു പ്രശ്നവുമില്ലാതിരിക്കെ, താൻ നീതിമാനായിരിക്കെ ഉപദ്രവിക്കപ്പെട്ടെന്ന് മാത്രമല്ല, സഹോദരനാൽ കൊല്ലപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. പിന്നത്തെ സാക്ഷി ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ കൊല്ലപ്പെട്ടത് എവിടെയാണെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ ആ പ്രാകാരത്തിൽ വെച്ചാണ് ആ പ്രവാചകൻ കൊല്ലപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഓർത്തു, ഹാബേൽ കൊല്ലപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് പ്രസാദകരമായ യാഗം അർപ്പിച്ചു. വേറൊന്നും ഉണ്ടായിട്ടല്ല. അതിൽ മൂത്ത അസൂയ, അതാണ് ആ കൊലപാതകത്തിന് മുമ്പിൽ കാരണമായിട്ട് തീർന്നത്. ഈ പ്രവാചകൻ കൊല്ലപ്പെടുന്നത് വഴിയിൽ വെച്ചല്ല, പിന്നെയോ ഏറ്റവും പവിത്രമായി കരുതേണ്ടുന്ന സ്ഥാനത്ത് വെച്ചാണ്. എന്നെ ഈ വാക്കിൽ വല്ലാതെ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തൊരു സങ്കടകരമായിട്ടുള്ള 2 ജീവിതങ്ങളെയാണ്. സങ്കടമെന്ന് ഞാൻ പറഞ്ഞത് നീതിക്ക് വേണ്ടിയുള്ള എന്തൊരു കഷ്ടമാണ്, മരണമാണ് ഈ നീതിമാന്മാർ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ ആരൊക്കെയുണ്ട്? ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ ഒരാളെക്കുറിച്ചൊന്ന് വിശദീകരിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ വിചാരിച്ചു ഈ ക്ലാസ് പിന്നെയും ഈ വാക്യത്തിൽ നീണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ആ വിശദീകരണം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. പ്രവാചകന്മാരുടെ ഗണത്തിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടതായ ഒരു പ്രവാചകനെ നമുക്കറിയാം. പല പ്രവാചകന്മാരുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഏതായിരിക്കും? ഇരമ്യാവ്. കരയുന്ന പ്രവാചകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
എന്തോരം കഷ്ടതകളാണ് താൻ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. താൻ കടന്നുപോയ വേദനകൾ, ദൈവജനത്തിൽ നിന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്രയോ അധികമാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. തൻ്റെ അധ്വാനങ്ങൾ പോലും ചുട്ടരിക്കപ്പെട്ട പ്രവാചകനാണ്. കാരണം അന്നൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഒരു ചുരുളിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇന്ന് എഴുതുന്ന പോലെയാണ്. ഇന്ന് എഴുതാനും പ്രിൻ്റ് ചെയ്യാനൊക്കെ എന്ത് എളുപ്പമാണ്. പക്ഷേ അന്ന് എന്തോരം ബന്ധപ്പെട്ടുള്ള അധ്വാനമാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ രേഖപ്പെടുത്തേണ്ടതിന് വേണ്ടി ആ മനുഷ്യൻ ചെലവാക്കുവാൻ ഇടയായിട്ട് തീർന്നത്. യിരെമ്യാപ്രവചനം 36-ാം അധ്യായത്തിൽ നമുക്കറിയാം. അതെല്ലാം രാജാവ് കത്തികൊണ്ട് കണ്ടിച്ച് ഞെരിപ്പോട്ടിൽ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. ഒരുപക്ഷെ രാജാവ് തന്നെ കുഴിയിൽ ഇറക്കിയതിനേക്കാൾ ആ ദൈവമനുഷ്യനെ വേദനിപ്പിച്ചത് ഇതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എത്ര നാളത്തെ അധ്വാനമാണ് അവിടെ വെന്തുപോകുന്നതായിട്ട് താൻ അറിയുവാൻ ഇടയായിട്ട് തീരുന്നത്. കുഴിയിലിട്ടത് അവിടുന്ന് വലിച്ചു കയറ്റിയതും ഒന്നും വിഷമമുള്ള കാര്യം അല്ലെന്നല്ല ഞാൻ പറയുന്നത്. അതിന് ശാരീരികമായ വേദനയുണ്ട്. പക്ഷെ മറ്റേ കാര്യത്തിന് എന്തോരം വേദന താൻ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നിരിക്കും. ഇന്നുപോലെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ നാമനിമിത്തം ഈ ശുശ്രൂഷയിൽ പ്രതികൂലങ്ങളുടെയോ പ്രതിസന്ധികളിലൂടെയോ അപമാനത്തിലൂടെയോ പഴിയിലൂടെയോ ഒക്കെ കടന്നു പോകുമ്പോൾ നാം ഈ സാക്ഷികളുടെ വലിയ കൂട്ടത്തിൽ ഒരാളായിത്തീരുന്നു എന്നുള്ളതായ ആഘോഷത്തോടെ അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. എന്നെ ഇന്ന് പോലെ അത് ഏറെ ധൈര്യപ്പെടുത്തിയ സന്തോഷിപ്പിച്ചതായൊരു കാര്യമാണ്. കാരണം കർത്താവ് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാത്തിന്മേൽ കളവായി പറയുകയും ചെയ്യുമ്പോൾ എന്ന് സന്തോഷിപ്പിൻ എന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പറയാനിടയായിട്ട് തീർന്ന വാക്കിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് ഒരാശ്വാസത്തിൻ്റെ സന്ദേശം നൽകുകയായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല. പിന്നെയോ, അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വമായിട്ട് ആദ്യം ഒരു വാക്ക് പറഞ്ഞത്, സാക്ഷികളുടെ വലിയൊരു സമൂഹം ഉണ്ട്. ഈ വാക്ക് ഞാൻ എവിടെ നിന്നാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എവിടെ നിന്നാണ് പറഞ്ഞത്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ നീണ്ട ഒരു നിര നാം കാണുകയാണ്. അവരെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അവരതിശയകരമായി വിടുവിക്കപ്പെട്ട വീരന്മാരുണ്ട്. പക്ഷേ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് മുമ്പിൽ കണ്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ വിശ്വാസവീരന്മാരും ഉണ്ട്. അവരെക്കുറിച്ചെല്ലാം വിശദീകരിച്ചിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നിട്ട് ആ അധ്യായം തുടങ്ങുന്നത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ നാമം വഹിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി നിന്നതുകൊണ്ട് ഉപദ്രവിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഭാഗ്യവാന്മാരുടെ വലിയൊരു ലിസ്റ്റിൽ നാമും ഉൾപ്പെടുന്നു എന്നുള്ളത് ഉൾക്കൊള്ളുവാനും പ്രതികൂലങ്ങളെ ഏറ്റവും വിജയകരമായിട്ട് അഭിമുഖീകരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ആ പ്രചോദനം നാം ഉൾക്കൊള്ളാനിടയായിട്ട് തീരുമ്പോൾ 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് തങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടാൻ പറ്റും? സ്ഥിരതയോടെ ഓടാനായിട്ട് സാധിക്കും. അടുത്ത വാക്യമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അവർ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആരെയാണ് നോക്കിയത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെയാണ് ശ്രദ്ധിച്ച് നോക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമുക്ക് നമ്മുടെ കർത്താവിനെ നോക്കാം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ ഇന്ന് എടുത്തു പറയുന്നു. അവരുടെ മുമ്പിൽ ക്ഷീണവും മടുപ്പുമൊക്കെ തോന്നിക്കാണാം. പക്ഷെ നമുക്കൊരു നിർദ്ദേശം അവിടെ പറയുന്നുണ്ടല്ലോ.
ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, ഈ പ്രസംഗം പറഞ്ഞയാൾ അനുഭവിച്ചതിനേക്കാൾ അപ്പുറത്ത് ആരും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, ആരും പഴിക്കപ്പെട്ടിട്ടില്ല, ആരും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഗുരുനാഥനാണ് ഈ പ്രസംഗം പറഞ്ഞ ഗുരുനാഥൻ. നമ്മുടെ ഗുരുനാഥനെ പോലെ പഴിക്കപ്പെട്ടവരും ഉപദ്രവിക്കപ്പെട്ടവരും ഇല്ലാത്ത കാര്യങ്ങൾ പറയാനിടയായി തീർന്നവരും ലോകത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ആരുമില്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ദുരാരോപണമായിട്ട് പറയുവാൻ ഇടയായിട്ട് തീർന്നത്. അതൊന്നും ഞാനിവിടെ എടുത്ത് പറയേണ്ടതായ ആവശ്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതെല്ലാം നമ്മുടെ കർത്താവ് ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പം ഞാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയ സത്യം ഓർപ്പിക്കുക. വലിയൊരു സാക്ഷികളുടെ പ്രവാചകന്മാരുടെ നീണ്ട നിരയുണ്ട്. അതിനെല്ലാം മുമ്പിൽ ആരുണ്ട്? നമ്മുടെ രക്ഷാനായകൻ ഉണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, പാപികളാൽ തനിക്കും നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് നാം പോകുന്ന വഴി ഒരു അപരിചിതമായ വഴിയല്ല. നമ്മുടെ കർത്താവ് ഇതെല്ലാം അനുഭവിച്ചവനായി നമ്മുടെ മുമ്പിൽ പോയിട്ടുണ്ട്. മൂന്നാമത്തെ വാക്യം എന്ത് ആശ്വാസം നൽകുന്നൊരു വാക്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് കൊടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവേൻ. അതുകൊണ്ട് ഈ നാമനിമിത്തം പഴിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, എല്ലാത്തിന്മേയും കളവായി പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെയും നമുക്ക് നമ്മുടെ കർത്താവിനെ ധ്യാനിക്കാം, ആശ്വാസം കൈക്കൊള്ളാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പാപത്തോട് പോരാടുന്ന നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പഴിയുടെയും ഉപദ്രവത്തിൻ്റെയും എല്ലാത്തിന്മേയും കളവായി പറയുന്നതിന് മുമ്പിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്നില്ലെന്നുള്ളതും നമ്മൾ പാപത്തിൽ വീഴുന്നില്ലെന്നുള്ളതും എല്ലാ സൂക്ഷ്മതയോടും കൂടി ഉറപ്പുവരുത്തി ഈ പ്രതികൂലത്തിൻ്റെ എല്ലാം നടുവിൽ വിശുദ്ധി കൈവിടാതെ മുറുകെ പിടിച്ച് വിജയകരമായി ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ ഞാൻ എങ്ങനെ ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ? ഈ ഭാഗ്യവർണ്ണനെ ഉൾക്കൊണ്ടാൽ പ്രതിസന്ധികളിൽ നമ്മൾ തളരാതെ വിജയകരമായിട്ട് മുൻപോട്ട് പോകുമെന്ന് മാത്രമല്ല, പിന്നെയോ നമുക്ക് പാപത്തിൻ്റെ മുമ്പിൽ തോൽക്കാതെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. പഴിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, എല്ലാത്തിന്മേയും കളവായി പറയുമ്പോൾ സന്തോഷത്തോടെ സഹിക്കുന്നു മാത്രമല്ല, പിന്നെയോ നാം നമ്മുടെ വിശുദ്ധി കൈവിടാതെ ഏറ്റവും വിജയകരമായി ജീവിക്കത്തക്കവണ്ണം നമ്മെ ഒരുക്കുന്ന മനോഹരമായ തിരുവെഴുത്തുകളാണ് ഇത്. ഗിരിപ്രഭാഷണത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ആശ്വാസം നൽകിയിട്ടുള്ളതുമായ വാക്യങ്ങളാണ് ഈ 2-3 ക്ലാസ്സുകളിലായി പറയുവാൻ ഇടയായിട്ട് തീർന്നത്. നമുക്കിത് പ്രായോഗികമാക്കി ഈ തലമുറയിൽ ജയാളികളായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗിരിപ്രഭാഷണം പ്രായോഗികമായാൽ നമുക്ക് ഈ തലമുറയിൽ വ്യത്യസ്തരായി നമ്മുടെ കർത്താവിന് വേണ്ടി വിജയകരമായി ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ 11-12 വാക്യങ്ങൾ നമുക്ക് മനഃപ്പാഠമാക്കാം, അതെപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കാം. ആ വചനത്തിൻ്റെ പ്രായോഗികതയിൽ ജയാളികളായി ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. സ്വർഗത്തിലുള്ള പ്രതിഫലവും മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്കുള്ള കൊച്ചു ജീവിതം എന്തും ആ നാമത്തിൽ സഹിക്കാനുള്ള സമർപ്പണത്തോടെ ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.